BA സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ A ആണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ചോദ്യം, ലിമൻ ഡാഷ് അ സയ്യാറ. അപ്പോൾ സയ്യാറ എന്ന് വന്നതുകൊണ്ട് ലിമൻ ഹാദിഹി സയ്യാറ എന്നാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇല ഐന അൻതി ഡാഷ്. അപ്പോൾ അൻതി എന്ന് വന്നതുകൊണ്ട് സാഹിബുൻ എന്നുള്ളതും ഖാദിം എന്നുള്ള ഒരിക്കലും ആവുകയില്ല. അപ്പോൾ മുസാഫിറത്തുൻ എന്നാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഡാഷ് ഹുവ മുഅല്ലിഫ് കിതാബി ഹദീസ് സ്വബാ. ഹദീസ് സ്വബാ എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ്? നദ്വി, അബുൽ അത്താഹിയ, അദ്ഹം ഷർക്കാവി. അതിന് ഉത്തരം അദ്ഹം ഷർക്കാവി എന്നുള്ളതാണ്. പിന്നെ അൽ അഖ്ലു ഖാലിൻ ഡാഷ്. ഖാത്തിൽ, ആദിൽ, സായിൽ. സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അൽ അഖ്ലു ഖാലിൻ ആദിലൻ എന്നുള്ളതാണ് അതിനുത്തരം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉക്തുബുൽ മുഫ്രദ്. മുഫ്രദ് എഴുതുക. അപ്പോൾ ജവാഹിർ, അഖ്ലാഖ് പോലെയുള്ളതിൻ്റെയൊക്കെ മുഫ്രദുകൾ എഴുതാനുള്ളതാണ്. പിന്നെ അടുത്തതാണ് ഉക്തുബുൽ ജം എഴുതുക, ബഹുവചനം എഴുതുക. സ്വദീഖ്, ഖിസ്സത്ത് എന്നുള്ളതാണ്. ഒക്കെ അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഖിസ്സത്തിൻ്റെത് ഖിസസ് എന്നാണ് പറയാം. ഇനി നാലാമത്തതാണ് ഉക്തുബുൽ മാന ഫിൽ അറബിയ. അറബിയിലെ അർത്ഥം എഴുതുക. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതിനെന്താണ് പറയുക എന്നുള്ളത് നമ്മൾ ഏറ്റവും അവസാനത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഉലൂൽ മജ്ലിസ് തശ്രീഇ എന്നാണ് പറയുക. പിന്നെ നാഷണൽ ആന്തം എന്നുള്ളതിന് എന്താ പറയുക എന്നുള്ളതാണ് അൻ നഷീദുൽ വത്തനി എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ ഉക്തുബുൽ മാന ഫിൽ ഇൻജിലീസിയ, ഇംഗ്ലീഷിൽ ഉത്തരങ്ങൾ എഴുതുക. മുക്കാലമ ഹാത്തിഫിയ എന്ന് പറഞ്ഞാൽ ഫോൺ കോൾ എന്നുള്ളതാണ്. ഫുർസത്തുൻ സഈദ എന്ന് പറഞ്ഞാൽ എ ഗുഡ് ചാൻസ് എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തതാണ് അജിബ് ഫിൽ ജുംലത്തൈൻ ഔ ജുംലത്തൈൻ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വാക്കുകൾ ഉത്തരം എഴുതുക. മാ ഹുവ ഷർറുൽ മഖാൽ. ഏറ്റവും മോശപ്പെട്ട വാക്ക് ഏതാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം അൽ കദീബ്, കളവാണ്. അതുപോലെ തന്നെ മാ ഹുവ ഖൈറുൽ ഹിസാൽ. ഏറ്റവും നല്ല കാര്യം ഏതാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം എന്താണ്? അൽ അദബാണ്. ഇനി അടുത്തതാണ് ഏഴാമത്തെ ചോദ്യം. മാതാ താരിഫാൻ ദക്തുർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി. ഇദ്ദേഹത്തെക്കുറിച്ച് എന്താണ് അറിയുക എന്നുള്ളതാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ അരീഫി എന്നുള്ള ആൾ നമുക്കറിയാം ഒരുപാട് ഇബ്രത്തുകളൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. എട്ടാമത്തെ ചോദ്യം, ബിമ ഔസൽ ഫല്ലാഹു ഔലാദു കബല മൗത്തിഹി. മരണപ്പെടുന്നതിന് മുമ്പ് ഈ കർഷകൻ തൻ്റെ മക്കളോട് എന്താണ് പറഞ്ഞത്? ആ ഒരു ഭൂമിയിൽ നിങ്ങൾക്കുള്ള നിധിയുണ്ട്, ഫില്ലത്തിൽ കൻസുണ്ട്, അതുകൊണ്ട് നിങ്ങളില്ലാത്ത ബി ഓഹ, അതിനൊരിക്കലും വിൽക്കരുത് എന്നാണ് പറഞ്ഞത്. ഇനി കൈഫ കാനത്ത് ഹയാത്തു ഷാരിഫി അലി ഹാഷിം റഷീദ് ഫി വത്തനിഹി. അലി ഹാഷിം റഷീദിയുടെ ജീവിതം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഫി റഗദിൻ ഐഷിൻ, നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ മാതാ കാല അനസ് റളിയല്ലാഹു അൻഹു ഫി വസ്ഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ വിശേഷിപ്പിച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞതെന്നാണ്